ഞാൻ ഓർത്തു. ഞാൻ നട 2 കൽപ്പിച്ച് കൈ വെക്കുവാണ്. ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു സ്വിച്ച് കാണും. അതിൽ നമ്മൾ പിടിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു പാറയുണ്ട്. ഇതിൽ അവൻ ഡിറ്റക്ട് ചെയ്ത് നിൽക്കുമോ ഇല്ലയെന്നും കൂടെ ഉള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ബൂസ്റ്റ് മോഡിൻ്റെ അഡ്വാൻറ്റേജ് കാണിക്കുകയാണെങ്കിൽ ഇത്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ പറയേണ്ട ഒരു കേസ് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ അകത്ത് ഡ്രിഫ്റ്റ് മോഡുണ്ട്. ഒരു 30 ലക്ഷം രൂപയ്ക്ക് അണ്ടറിൽ ഇന്ന് ഇന്ത്യയിൽ മേടിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് SUV ഒന്നാണ് ഈ കിടക്കുന്ന ഹാരിയർ V എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതിന് കുറച്ചധികം റീസൺസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് വരെ ഒരു EV മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു അഡ്വഞ്ചർ തന്നെയായിരുന്നു. അതായത് അതിൻ്റെ അകത്ത് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ടു ബി ഫ്രാങ്ക്. അതായത് ചില വെഹിക്കിൾസിന് നമുക്ക് റേഞ്ച് കുറവായിരുന്നായിരിക്കും, അല്ലെങ്കിൽ ചില വെഹിക്കിൾസിന് പെർഫോമൻസ് കാണത്തില്ല. ഇനി പെർഫോമൻസും രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ കംഫർട്ട് കാണത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ചാർജിങ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കുറച്ചുകൂടെ കുറവായിരിക്കും, ചാർജിങ് സ്പീഡ് കുറവായിരിക്കും, റേഞ്ച് കുറവായിരിക്കും. പക്ഷേ അതിനൊക്കെയുള്ളൊരു പ്രോപ്പർ സൊല്യൂഷൻ തന്നെയാണ് ഹാരിയർ V എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു എക്സ്റ്റേണൽ ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട്, അതായത് ഒരു അപ്ഡേഷൻ വേരിയൻറ്റ് വന്നു. അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് നമ്മൾ പോണ്ടിച്ചേരിക്ക് പോയി ഒരു ഡ്രൈവ് ഓർക്കുന്നുണ്ട്, ഹാരിയർ V ഡാർക്ക് എഡിഷൻ ആയിട്ട്. അതായത് റീസെൻ്റ്ലി വന്ന ആ ഒരു വേരിയൻറ്റിൻ്റെ ഡിസൈൻ സ്റ്റൈൽ തന്നെയാണ്. പിന്നെ ഓഫ് കോഴ്സ് ദാണ്ട് ഇവന് ഗ്രില്ലും കാര്യങ്ങളൊന്നും വേണ്ടാത്തതുകൊണ്ട് ഇവിടെ ചെറിയൊരു ഓപ്പണിംഗ് വരുന്നുണ്ട്. പക്ഷേ ദാണ്ട് ഇവിടെ ഇത് ബാറ്ററി പാക്സ് ആയതുകൊണ്ട് വലിയ എയർ കൂളിങ്സ് വേണ്ടാത്തതുകൊണ്ട് ആ ഒരു പ്രോപ്പർ സ്റ്റൈൽ ഡിസൈൻ തന്നെയാണ്. ഫ്രണ്ടിൽ കൂടെ ദാണ്ട് ത്രൂ ഔട്ട് അവൻ്റെ ഒരു DRLs ദാണ്ട് കംപ്ലീറ്റ്ലി ദാണ്ട് അതിലൂടെ പോകുന്നുണ്ട്. താഴെയാണ് ഹെഡ്ലൈറ്റ്സ് വരുന്നത്. അതിൻ്റെ ഏറ്റവും താഴെ ഫോഗ് ലാമ്പ് അല്ലെങ്കിൽ കോൺട്രിങ് ലാംപ്സും കൊടുത്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് ദാണ്ട് വൈറ്റ് LED ലാംപ്സ് തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സൈഡ് പ്രൊഫൈൽസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് ഒരു റോഡ് ടയറാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ പോലും ഇവൻ ഓഫ് റോഡിന് നല്ല കേപ്പബിളാണ്. ഇത് ശരിക്കും 19 ഇഞ്ചിൻ്റെ വലിയ വീൽസാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും ഓൾ വീൽ ഡ്രൈവ് വേരിയൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ റിയർ വീല് മാത്രമുള്ള വേരിയൻറ്റും ഉണ്ട്. റിയർ വീല് മാത്രമുള്ള ഇതിൻ്റെ ലോ വേരിയൻറ്റ് വരുമ്പോൾ ഇതിന് ഏതാണ്ട് 18 ഇഞ്ചിൻ്റെ വീൽസാണ് വരുന്നത്. ഇന്ന് മീഡിയ ഡ്രൈവിന് വന്നപ്പോൾ മെയിൻലി 2 കളേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ഗ്രേ എൻ്റെ ഫേവറേറ്റ് ആണ്, അപ്പോൾ അത് ഞാൻ ചോദിച്ചു മേടിച്ചാണ്. പിന്നെ ഉണ്ടായിരുന്ന ബ്ലൂ ആണ്. ഇത് ശരിക്കും ഭയങ്കര ഒരു പ്രീമിയം ഫീലും കൂടെ തരുന്നൊരു കളർ കോമ്പിനേഷനാണ് ഇതെന്ന് എനിക്ക് കൃത്യമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്റ്റെൽത്ത് എഡിഷനും കൂടി ഇവർ ലോഞ്ച് ചെയ്തു. യെസ്, ഹാരിയർ EVയുടെ സ്റ്റെൽത്ത് എഡിഷൻ നിങ്ങൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാം. ഏതാണ്ട് 75,000 രൂപ കൂടെ കൂടുതൽ കൊടുത്താൽ മതി. അത് വരുമ്പോൾ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആണ്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഉൾപ്പെടെ ബ്ലാക്ക് ആയിട്ടാണ് അവർ കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ കീലെസ് എൻട്രി ആണ് വരുന്നത്. നമ്മൾ ഇതാണ്ട് ഹാരിയറിൽ കണ്ട പോലെ തന്നെ വലിയ ഒരു വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അവന്. അപ്പോൾ നമുക്ക് നല്ല വിസിബിലിറ്റീസ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതായത് 4 ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് വരുന്നത്. മൾട്ടി ലിങ്ക് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ വിത്ത് ഡാമ്പർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പീഡിൽ പോകുന്ന സമയത്ത് ഇവൻ്റെ സസ്പെൻഷൻ കുറച്ചുകൂടെ സ്റ്റഡി ആവും. നമ്മൾ പതുക്കെ പോവുകയാണെങ്കിൽ കംഫർട്ടിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ അതിൻ്റെ ഡാമ്പിങ് അഡ്ജസ്റ്റ് ചെയ്യും. ദാറ്റ്സ് ലൈക്ക് എ റിയലി ഗുഡ് തിങ്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ യാത്രാസുഖം ശരിക്കും വ്യത്യാസമുണ്ടെന്ന് ശരിക്കും വ്യത്യാസമുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ ലിജോ ഡ്രൈവ് ചെയ്തിട്ട് ഞാൻ പുറകിൽ ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് അത് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട്. ഇത് നോക്കിയാൽ നമുക്ക് വീൽസിനാണെങ്കിലും പ്ലേ അറൗണ്ട് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ അവിടെ വലിയൊരു സ്പേസ് തന്നെ വരുന്നുണ്ട്. ഡിഫറെൻറ്റ് മോഡ്സ് വരുന്നുണ്ടല്ലോ, റോക്ക് മോഡ് വരുന്നുണ്ട്, വെറ്റ് സാൻഡ് മോഡ് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഡ്രൈവിങ്ങിൽ പറയാം. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ പുലിക്കുട്ടനും പുലി അമ്മമാരും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പുലിയാണോ കടുവയാണോ സിംഹമാണോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുക. അതെന്തിനാണ് കൊടുത്തേക്കുന്നതും കൂടെ അറിയാവുന്ന ആൾക്കാരുണ്ടെന്ന് കണ്ടെന്ന് പറയുക. ഇനിയിപ്പോൾ Harrier.ev എന്ന് പറയുന്ന ലെറ്ററിങ് കൊടുത്തിട്ടുണ്ട്. ആ ലെറ്ററിങ് നല്ല ഭംഗിയിലാണ്, അതായത് ഡാർക്ക് കളറിൽ തന്നെയാണ് അവർ കൊടുത്തേക്കുന്നത്. അത് നല്ല പ്രീമിയം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ബൂട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് തന്നെ നമുക്ക് റിമോട്ടിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ദാണ്ട് ഇവിടെ വന്ന് ഇവിടെ ചെറിയൊരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ഓപ്പൺ. ഇത് കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക് തന്നെയാണ്. ഇതിനെ വേണമെങ്കിൽ ശരിക്കും കമ്പനിക്ക് 2 സീറ്റ് കൂടെ കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഇതിനൊരു 7 സീറ്റർ ആയിട്ട് ഇറക്കാമായിരുന്നു. ഹാരിയർ പോലെ വലുതാക്കേണ്ട പോലും ആവശ്യമില്ല. കാരണം അത്രമാത്രം സ്പേസ് ഉണ്ട് നമ്മുടെ അകത്തും അതുപോലെ തന്നെ ഈ ഒരു ബൂട്ട് സ്പേസിലും. എസ്പെഷ്യലി ബാറ്ററി അടിയിലാണ് വരുന്നുണ്ടെങ്കിലും ബൂട്ട് സ്പേസ് ഒന്നും ഒത്തിരി അധികം പോയിട്ടൊന്നുമില്ല. നിങ്ങൾ ലിജോ ഒന്ന് കയറി ഒന്ന് കാണിച്ചു കൊടുത്ത് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഗ്രിഡ് 2 ഇതെന്തിനാണെന്നുള്ള ഓക്കെ ഞാൻ പറഞ്ഞു തരുന്നില്ല. ഇതെന്തിനാണെന്നുള്ള ആർക്കെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു ക്ലൂ തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓഫ് കോഴ്സ് ഇത് ഓട്ടോമാറ്റിക്കാണ്. ഞാൻ 2 കൽപ്പിച്ച് കൈ വെക്കുവാണ്. ഞാൻ എന്നെ ഇടിക്കുമല്ലോ എന്നുള്ള ഇടിച്ചില്ല.
ഇടിച്ചില്ല, അവൻ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. നല്ല പ്രോപ്പറായിട്ട് തന്നെ അതിൻ്റെ സിസ്റ്റം അല്ലെങ്കിൽ സെൻസേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിൽ ദാണ്ട് ത്രൂ ഔട്ട് പോകുന്ന ഒരു ലാമ്പ് സ്റ്റൈലാണ്. അപ്പോൾ നമ്മുടെ ഈ ഹാരിയർ EV ഞാൻ പ്ലേസ് ചെയ്തേക്കുന്നത് ജസ്റ്റ് ഒരു റോക്കിൽ അവൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട് ടയർ നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ്റെ വർക്കിംഗ് ചെറിയ രീതിയിലൊന്ന് മനസ്സിലാവും. അതുകൊണ്ട് ആ ഫ്രണ്ടിലത്തെ കൊടുത്തിരിക്കുന്ന ഒരു ആംഗിൾ കണ്ടോ, ആ ആംഗിളാണ് ഈ സസ്പെൻഷൻ എന്നുള്ളത്. നോക്കി എത്ര പ്രോപ്പറായിട്ടാണ് അവൻ ഇൻഡിവിജ്വലി അവനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോയി നോക്കുമ്പോൾ ഇത്രയും സ്പേസ് ഉണ്ട്, ഇവിടെ ദാണ്ട് പ്രോപ്പർലി ഇത്രയേ ഉള്ളൂ. ആൻഡ് ദാറ്റ്സ് ഓൾസോ ഏത് സസ്പെൻഷൻ അങ്ങനെ വരും. പക്ഷേ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ ആകുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് ദാണ്ട് ഓരോന്നും അവൻ്റേതായിട്ടുള്ള രീതിയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് ലൈക്ക് എ റിയലി ഗുഡ് തിങ്. അത് നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ വണ്ടിക്കകത്ത് കയറിയിരുന്ന് യാത്ര ചെയ്യുമ്പോഴായിരിക്കും, ലിജോ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി സാധാരണഗതിയിൽ എല്ലാ വെഹിക്കിൾസിൽ കയറുമ്പോൾ ഞാൻ പറയുന്നത് ഇവൻ്റെ ആക്സലേഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ടെസ്റ്റ് ഒക്കെ അല്ലേ കാണിക്കുന്നത്. എനിക്കത് ഇഷ്ടമാണ്. പക്ഷേ ഇതിൽ എനിക്ക് ഇഷ്ടമുള്ള വേറൊരു സ്ഥലം കൂടെ ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ദാണ്ട് ബാക്കിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഡോർസ് ആണെങ്കിൽ ദാണ്ട് ഏകദേശം 90 ഡിഗ്രിയോളം വൈഡായിട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ്. നമുക്ക് ദാണ്ട് ഒരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡ് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആണ്. ദാണ്ട് ഓഫ് കോഴ്സ് ഒരു പ്ലാസ്റ്റിക് എലമെൻറ്റ് വരുന്നുണ്ട്. സൺ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുതിയ ലക്ഷറി കാറുകളിൽ പോലും ഇല്ല, പക്ഷേ ദാണ്ട് അവരത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. JBLൻ്റെ സ്പീക്കർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അടിപൊളി, അത് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിലോട്ട് കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫുഡ് സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ ദാണ്ട് ചാടി കയറിയിട്ടുണ്ട്. കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വാവ്, നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ചേഞ്ച്, അതായത് ഈ മെറ്റീരിയൽസൊക്കെ വളരെ സോഫ്റ്റായിട്ടാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈവൻ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നെക്ക് പില്ലോ, നമ്മൾ S ക്ലാസ്സിലൊക്കെ കാണുന്ന നെക്ക് പില്ലോ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞു, ബാക്കിൽ വളരെയധികം സ്പേഷ്യസ് ആണെന്നുള്ളത്. നല്ല രീതിയിൽ സ്പേസ് വരുന്നുണ്ട്. അറിയായിരിക്കില്ല, ഹാരിയർ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇനി ഇവിടെ വന്നിരിക്കുന്ന മെയിൻ ഒരു ചേഞ്ച്, അപ്പാർട്ട് ഫ്രം നമുക്കിവിടെ നല്ല ലെഗ് സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ദാണ്ട് AC വെൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചാർജേഴ്സ് വരുന്നുണ്ട്, ഇവിടെ സോക്കറ്റ്സ് വരുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു സ്വിച്ച് കാണും. അതിൽ നമ്മൾ പിടിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വി വിൽ ഗോ ഓൺ ടു ദ ബോസ് മോഡ്. നമുക്ക് ദാണ്ട് ഈ സീറ്റിനെ ഇങ്ങനെ ബാക്കിൽ ഇരുന്ന് തന്നെ കൺട്രോൾ ചെയ്തിട്ട് രാജാവിനെ പോലെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവൻ്റെ ഒരു മാക്സിമം പൊസിഷൻ എന്ന് പറയുന്നത്. അതാണ്ട് ഇത്രയും അധികം നമുക്ക് ആ ഒരു ഫ്രണ്ട് സീറ്റിനെ നമുക്ക് പുഷ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അവിടെ ആളിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ നിന്ന് സ്വിച്ച് പിടിച്ച് നോക്കി കഴിഞ്ഞാൽ ആളെ കൊണ്ട് പോവോ അതോ എന്തെങ്കിലും സെൻസർ വർക്ക് ചെയ്യുമോ, വാട്ട് ഡു യു തിങ്ക്? കമൻറ്റ് ഡൗൺ ചെയ്യുക. എന്താണെങ്കിൽ അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ല, ഇത് പെർഫോമൻസിന് ഇവർ ഇപ്പോൾ 0 to 100 6.3 നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. എന്നാൽ പോലും ഇവർ ബാക്ക് സീറ്റ് എന്ന് പറയുന്നതിനെ വിട്ട് കളഞ്ഞിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ടോട്ടൽ ഓവറോൾ പാക്കേജ്. ഇപ്പോൾ ഞാൻ ഇത്രയും ഈ വണ്ടി പുകഴ്ത്തുന്നുണ്ട്, അതിനുള്ള റീസൺസ് ഉണ്ട്. നമ്മൾ ഡ്രൈവ് കൂടെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു പെർഫോമൻസ് കാറാണ്. അതാണ്ട് ബാക്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് S ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നൊരു ഫീൽ. ഞാൻ കഴിഞ്ഞ ഒരു 7 സീരീസ് മേടിച്ചില്ലേ, ആ ഒരു അത് പഴയതാണ്. എന്നാൽ പോലും ഞാൻ പറഞ്ഞ ലൈക്ക് കമ്പാരിറ്റീവ്ലി നമുക്ക് അത്രയധികം അഡ്വാൻസ്ഡ് ആവുന്നുണ്ട് ടെക്നോളജീസ് അല്ലെങ്കിൽ വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാരിയർ EV അതിൻ്റെ ടോപ്പിലാണ് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതാണ്ട് ഞാൻ നിങ്ങൾക്ക് കീ പരിചയപ്പെടുത്താം. അതാണ്ട് ഇതും ഒരു കീ ആണ്, അതിനെക്കുറിച്ചിട്ടും പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ ബാക്ക് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനിവിടെ ഇരുന്ന് പോകും. നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ പോയി നമുക്ക് ഓഫ് റോഡിങ് ടെസ്റ്റ് ചെയ്യാം. ഓഫ് റോഡിങ് ഞാൻ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് കാണിച്ചതാണ്, എന്നാലും ഒന്നും കൂടെ നമുക്ക് ഓഫ് റോഡിങ്ങിൻ്റെ വീഡിയോസ് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ 0 to 100 ബ്രേക്ക് ടെസ്റ്റ്, ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീല്, ഡ്രിഫ്റ്റ് മോഡ്, പിന്നെ ഇതിൻ്റെ തയ്യാറ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. കീയിൽ പാർക്ക് ചെയ്യാനും ലൈക്ക് അതുപോലെ തന്നെ അൺപാക്ക് ചെയ്യാനും ഒക്കെ ഉള്ള ഫെസിലിറ്റീസ് ഉണ്ട്. സോ ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ട് ഹൗസ് കാണുമ്പോൾ ബാക്കിൽ കണ്ട ഏകദേശം ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ്. രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ട് ബോസ് മോഡലിട്ട് അവനെ ദാണ്ട് ഈ ഒരു പരുവത്തിലാക്കിയത്. എന്നാൽ പോലും ദാണ്ട് ഇവിടുന്ന് നമുക്ക് ഇലക്ട്രോണിക്കലി ഈ ഒരു കോൺസെപ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടിരിക്കുന്ന ഇതൊരു ഒരു പ്ലാസ്റ്റിക് സ്റ്റൈൽ മെറ്റീരിയലാണ്, പക്ഷേ ഒരു വൈറ്റ് കാർബൺ ഫൈബറിൻ്റെ ഫീൽ കിട്ടുന്നുണ്ട്. ഇതൊരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസാണ് അവരതിന് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് കീ ഇട്ട് ഇവിടെ ഓഫ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി വരുന്നുണ്ട്. അവിടെ രണ്ട് ഈ സാധനവും ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം ഇവൻ അതുപോലെ ഓഫ് റോഡ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇവൻ്റെ മോട്ടോർ ബേയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഡ്രൈവിലേക്ക് പോകാം. ഇതാണ് കേട്ടോ ഇവൻ്റെ ഹുഡ് വരുന്നത്. നമുക്ക് ദാണ്ട് ജസ്റ്റ് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി കവേർഡാണ്. ഇത് വാഷർ ഫ്ലൂയിഡ് ആയിരിക്കും. യെസ്, എല്ലാം കവേർഡ്. ഇത് എന്തൊക്കെയുണ്ട്. ഇത് മറ്റേ ഓക്സിലറി ബാറ്ററിക്കുള്ളൊരു ഓപ്പണിങ്, ബട്ട് ലൈക്ക് ഇറ്റ്സ് പ്രോപ്പർലി കവേർഡ് ആൻഡ് മെച്ചുവർഡ്. ജസ്റ്റ് ബേസിക്കലി ഇതിന് 3 കീയാണ് ടാറ്റ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇത് മെയിൻ കീ, അത് കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തേക്കുന്നത് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഇത് NFC കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഇവരൊരു ഡിജിറ്റൽ കീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു 7 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് ശരിക്കും ഇവൻ്റെ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് തന്നെയാണ്. എന്തോരം ഫീച്ചേഴ്സ് ഈ കീയിൽ വരുന്നുണ്ടെന്നറിയോ. ലോക്ക് വരുന്നുണ്ട്, അൺലോക്ക് വരുന്നുണ്ട്. ഇപ്പോൾ എന്നോട് ചോദിക്കുക അതെല്ലായിടത്തും ഇല്ലെന്ന്. ഓഫ് കോഴ്സ് നമുക്ക് ദാണ്ട് ലൈറ്റ് ഓൺ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇതൊക്കെ സിംഗിൾ ബട്ടൺ ആണ്. ഇനി അകത്തെ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അത്
നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് പാർക്കിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് മുന്നോട്ടും പുറകോട്ടും എടുക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ഹോൾഡ് ചെയ്ത് വെഹിക്കിൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആണ്ട് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ട് എടുത്തു കഴിഞ്ഞാലത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു പാറപ്പുറത്താണ് കയറ്റി വെച്ചേക്കുന്നത്. അടിയിൽ സെൻസർ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അപ്പോൾ ഞാൻ റിസ്ക് എടുക്കുന്നില്ല. നമുക്ക് ദാണ്ട് ബാക്കിലോട്ട് ഒന്ന് പോയി നോക്കാം. ദാണ്ട് ബാക്കിലത്തെ ആരോയിൽ ഞാൻ പിടിച്ച് ഹോൾഡ് ചെയ്യാൻ ദാണ്ട പോവാണ്. നമ്മൾ ഹോൾഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് ഹാർഡായിട്ടാണ് ഹോൾഡിങ് വരുന്നത്. അപ്പോൾ ഇതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ടയർ ദാണ്ട് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ദാണ്ട് അവൻ ഓട്ടോമാറ്റിക്കലി ടയർ നേരെ ആക്കിയിട്ടുണ്ട്. അവൻ എങ്ങനെയാണ് അതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഓർത്തവിടെ ഇടിച്ചെന്ന്, പക്ഷെ എന്നാൽ പോലും ദാണ്ടത് പ്രോപ്പർലി ഡിറ്റക്റ്റ് ചെയ്തിട്ട് അവൻ ദാണ്ടെ ബാക്കിലോട്ട് പോയിട്ടുണ്ട്. കൊള്ളാം. അവിടെ പോയി ഡിറ്റക്റ്റ് ചെയ്ത് അവൻ നിൽക്കുമെന്നും കൂടെ ഉള്ളത് നമുക്ക് നോക്കാം. അതുകൊണ്ട് ഞാൻ കീയുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ദാണ്ട് ബാക്കിൽ പോയി അവൻ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞു, അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു എന്ന് കാണിക്കാനാണ് ദാണ്ട് കംപ്ലീറ്റ്ലി 2 ലൈറ്റൊക്കെ തെളിച്ച് കാണിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മുന്നോട്ടും കൂടെ എടുത്ത് നോക്കാം. ഞാൻ കീയിൽ ദാണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ അവൻ്റെ ഒരു പാറ ഡിറ്റക്റ്റ് ചെയ്തല്ലോ, അതുകൊണ്ടാണ് അവൻ മുന്നോട്ട് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാൽ പോലും ദാണ്ട് എടുത്തു. ഇവിടെ ഒരു പാറയുണ്ട്, ഇതിൽ അവൻ ഡിറ്റക്റ്റ് ചെയ്ത് നിൽക്കുമോ ഇല്ലയെന്നും കൂടെ ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ആഹാ, അവൻ ദാണ്ട് അവിടെ അത് ഡിറ്റക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പായി. കൊള്ളാം കേട്ടോ, സോ മച്ച് അഡ്വാൻസ്ഡ്. അപ്പോൾ നമ്മൾ ദാണ്ട് വെഹിക്കിളിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. സാംസങ്ങിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് അവന് വരുന്നത്. ദാണ്ട് നമ്മൾ നോർമലി പണ്ട് ഹാരിയറിൻ്റെ അകത്ത് ഇതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടു കാണും. അപ്പോൾ ഇവിടെ കുറച്ച് മോഡ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി കാണുന്ന പോലെ എല്ലാവിധ മോഡ്സും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബൂസ്റ്റ് മോഡ്, ഇത് എക്കോ മോഡ്, ഇത് സ്പോർട്സ് മോഡ്, ഇത് പാർക്ക് അസിസ്റ്റ്. ഇതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെഹിക്കിൾ ദാണ്ട് എവിടെയെങ്കിലും അൺഫോൾഡ് ദ ORVM, ഷിഫ്റ്റ് ദ വെഹിക്കിൾ ടു ഡ്രൈവ്. നമ്മൾ ഡ്രൈവിലേക്ക് ഇട്ടു. അപ്പോൾ ദാണ്ട് എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അവൻ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അകത്ത് കയറി പാർക്ക് ചെയ്തോളും. അത് ഞാൻ വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ദാണ്ട് ജസ്റ്റ് വണ്ടിയായിട്ട് റോഡിൽ കയറിയിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ 512 കിലോമീറ്റർ ആയിരുന്നു നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചത്. ഇതിൻ്റെ അകത്ത് ജെനുവിൻലി P1+ P2 എന്ന് പറഞ്ഞ് സാധാരണ കമ്പനികൾ പറയുന്ന ഒരു സൈക്കിൾ വെച്ച് ക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 600 കിലോമീറ്റർ അടുത്ത് വരെ കിട്ടും. പക്ഷേ ടാറ്റ കുറച്ചുകൂടെ ജെനുവിൻ റിയൽ വേൾഡ് മൈലേജ് പറയുന്നൊരു സൈക്കിളാണ്. അവർ പറയുന്നത് 500 കിലോമീറ്റർ അടുത്ത്. ഇന്നലെ നമ്മൾ ഡ്രൈവിങ്ങിൽ 512 കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ കുറച്ചും കൂടെ ആക്സലറേഷനും ബൂസ്റ്റ് മോഡും ഒക്കെ ആയിരിക്കും കുറച്ചുകൂടെ പ്രിഫറൻസ് കൊടുക്കുന്നത്. കാരണം പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയണം. ഓഫ് കോഴ്സ് റേഞ്ച് എനിക്ക് മനസ്സിലായൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 75 kWh ബാറ്ററി പാക്കാണ്. അപ്പോൾ ഇത്രയും വലിയ ബാറ്ററി പാക്ക് വരുമ്പം എന്താണെങ്കിലും നിങ്ങൾക്കൊരു 450+ കിലോമീറ്റർ കിട്ടുമെന്നുള്ള അഷ്വേർഡാണ്. EVയുടെ ഒരു യൂസിൻ്റെ സിനാരിയോ ഒക്കെ അനുസരിച്ചിട്ടിരിക്കും. പിന്നെ ഒരു IRA ആപ്പുണ്ട്, ആപ്പിൻ്റെ അത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഞാൻ നിങ്ങളെ ഇവൻ്റെ പെർഫോമൻസോടെ ഒന്ന് കാണിക്കുകയാണെങ്കിൽ, അപ്പോൾ ഇതാണ് ഇവൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഇവിടെ ദാണ്ട ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു മോഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഇവൻ പറന്ന് കയറും. അത് മാത്രമല്ല ഇതിൻ്റെ ADAS വരുന്നുണ്ട്, എമർജൻസി കൊലീഷൻ അസിസ്റ്റ്, എമർജൻസി ബ്രേക്ക്, ലെയിൻ അസിസ്റ്റ്, എല്ലാവിധം. അതും വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പണ്ട് കാലത്ത് വലിയ ലക്ഷറി കാറുകളിലൊക്കെ കണ്ടിരുന്ന സ്റ്റൈലിലുള്ള ADAS സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല പ്രോപ്പറായിട്ട് തന്നെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ഈ ബൂസ്റ്റ് മോഡിൻ്റെ അഡ്വാൻറ്റേജ് കാണിക്കുകയാണെങ്കിൽ ഇത് 0 to 100 in 6.3 seconds. അത് എത്തുന്നുണ്ട് കേട്ടോ. വണ്ടി താണ്ട് പറക്കുക എന്ന് പറഞ്ഞാൽ പറന്നാണ് കയറുന്നത്. അത് മാത്രമല്ല നമുക്ക് ഹാൻഡ്ലിംഗ് ആണെങ്കിലും നമുക്ക് ഈവൻ ഈ മോഡുകൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതായത് ഏത് മോഡിലെ സ്റ്റിയറിങ്ങിൻ്റെ പവർ എങ്ങനെ വേണം, എന്ത് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ വണ്ടി താണ്ട് പറന്ന് കയറുന്നുണ്ട്. ബ്രേക്കിംഗ് കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിൽ വണ്ടിയൊന്നുമില്ല. അതാണ്ട് ഞാനിപ്പോൾ ഒരു 80 എന്നൊക്കെ ബൈറ്റ് പിടിച്ചു. വാവ്. നമ്മുടെ ഒരു സർവീസ് കാർ ഉണ്ടായിരുന്നു, ആ സർവീസ് കാർ പുറകെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി കുറച്ച് സ്ലോയിലൊന്ന് പോവാം. ഒന്നും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവരുടെ ബൂസ്റ്റ് മോഡിൻ്റെ പെർഫോമൻസ് എന്ത് രസമാണെന്ന് നോക്കി. പിന്നെ ഇതിൽ വേണ്ട പാഡിൽസ് ഉണ്ട്. നമ്മൾ പാഡിൽസിൽ നമുക്ക് വേണ്ട റീജൻ കൺട്രോൾ ചെയ്യാം ജസ്റ്റ് ബേസിക്കലി. അപ്പോൾ കുറച്ചും കൂടെ ഒരു ചെറിയൊരു എൻജിൻ ബ്രേക്കിങ്ങിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടും. പിന്നെ ബൂസ്റ്റ് മോഡും സ്പോർട്സ് മോഡും എല്ലാ മോഡ്സും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇക്കോ മോഡിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ അഗ്രസീവാണ്. എന്നിട്ട് പോലും ഇപ്പോൾ ദാണ്ട് 400+ ആണ് നമ്മൾ ഇക്കോ മോഡിൽ ഇടുമ്പോൾ കാണിക്കുന്നത്. എത്ര 83%. അപ്പോൾ 100% എത്ര കിട്ടുന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിലും ഇത് നമുക്ക് 120 kW വരെ ഇതിൻ്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ ചെറിയ മോഡലായിരുന്നെങ്കിൽ 100 kW ആണ്. അത് റിയർ വീൽ ഡ്രൈവ് മാത്രം വരുന്ന മോഡലിന് 100 kW, ഇതിന് 120 kW സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 25 മിനിറ്റും കൊണ്ട് 250 കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് ഇവന് കിട്ടും. ദാറ്റ്സ് ഓൾസോ റിയലി ഗുഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ശരിക്കും അടിപൊളി വെഹിക്കിളാണ്. ടെക്നോളജിക്കലി കംപ്ലീറ്റ്ലി എല്ലാവിധ ടെക്നോളജിയും വരുന്നുണ്ട്. നമുക്ക് തണ്ട വലിയൊരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ JBLൻ്റെ സ്പീക്കർ സിസ്റ്റമാണ്. അതും ഡോൾബി അറ്റ്മോസ്. ലൈക്ക് ശരിക്കും ഒരു തിയേറ്റർ മോഡെന്ന് പറഞ്ഞൊരു മോഡുണ്ട്. നമ്മൾ തിയേറ്ററിൽ ഇരിക്കുന്ന പോലെ തന്നെ കാണാൻ പറ്റും. സാംസങ്ങിൻ്റെ പാനൽസാണ് ഈവൻ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് യൂസ് ചെയ്തേക്കുന്നത്. ORVMs കണ്ടില്ലേ, നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും റെക്കോർഡിങ്സ് വരെ വരുന്നുണ്ട്. ഡാഷ് ക്യാം പോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും റെക്കോർഡിങ്സ് വരുന്നുണ്ട്. നമുക്കത് കണ്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യൂ മാറ്റാൻ പറ്റത്തുള്ളൂ. നമുക്ക് തൻ്റെ ഫ്രണ്ടിലൊരു ക്യാമറ ഉള്ളതുകൊണ്ട് അത് കാണാം, ബാക്ക് കാണണേ ബാക്ക് കാണാം.
രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും. മാത്രമല്ല ഇവിടെ നിന്ന് കാണിച്ചിട്ട് ദിസ് ഈസ് റെക്കോർഡിംഗ്. അപ്പോൾ നമുക്കൊരു ഡാഷ് ക്യാം വെക്കേണ്ട ആവശ്യമില്ല. ഫ്രണ്ടും ബാക്കും കണ്ട ഓൾറെഡി റെക്കോർഡിംഗ് ആണ്. അത് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ ഈ ആപ്പിൻ്റെ അകത്ത് കൃത്യമായിട്ട് അറിയാം, അതായത് എവിടെയൊക്കെയാണ് ഏത് സമയത്താണ് നമ്മൾ ആക്സിലറേറ്റ് ചെയ്ത്, നമ്മുടെ ഡ്രൈവിംഗ് പാറ്റേൺ എന്താണ്, എവിടെയൊക്കെ ഹാർഡ് ബ്രേക്കിംഗ് ചെയ്തു. അപ്പോൾ അതനുസരിച്ച് ദ വെഹിക്കിൾ വിൽ ടെൽ യു ഹൗ ടു ഇംപ്രൂവ് യുവർ നമ്മൾ ഡ്രൈവിംഗ് എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് അത് കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് തരുന്നുണ്ട്. ടാറ്റയുടെ നോർമലി ഉള്ള 360 ക്യാമറ തന്നെ അടിപൊളിയാണ്. ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് 540 ഡിഗ്രിയാണ്, അതായത് അണ്ടർ ബോഡിയും കൂടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ പറയേണ്ട ഒരു കേസ് ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ അകത്ത് ഡ്രിഫ്റ്റ് മോഡുണ്ട്. നമ്മൾ ഡ്രിഫ്റ്റ് മോഡ് ഇതിൽ ജസ്റ്റ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം, ജസ്റ്റ് ഡ്രിഫ്റ്റ് ചെയ്യാം. പക്ഷേ ഡ്രിഫ്റ്റ് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഓവർ സ്റ്റിയർ കൂടുതലാണ്. നമ്മൾ രണ്ട് ഫ്രണ്ടിലും ബാക്കിലും മോട്ടർ ഉള്ളതുകൊണ്ട് തന്നെ ഫ്രണ്ട് മോട്ടർ അവർ കംപ്ലീറ്റ്ലി ലൂസായിട്ട് വിട്ടിട്ടില്ല. മേ ബി സേഫ്റ്റി റീസൺസ് കൊണ്ടായിരിക്കും ചെറിയ രീതിയിൽ സ്ലൈഡ് ആവുന്നുണ്ട്. പക്ഷേ നമ്മുടെ 3 സീരീസ് ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്യുന്ന പോലെ അത്രയും ഡ്രിഫ്റ്റിംഗ് വരുന്നില്ല. പക്ഷേ വെഹിക്കിൾ മൊത്തത്തിൽ അടിപൊളിയാണ്. ഡ്രിഫ്റ്റിംഗ് കുറച്ചുകൂടെ മേ ബി അത് സേഫ്റ്റി റീസൺസ് ആയിരിക്കും. റിയർ വീൽ ഡ്രൈവ് വേരിയൻ്റ് വരുമ്പോൾ നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ക്ലിപ്സ് ഞാനത് കാണിച്ചു തരാം. നമ്മൾ സ്ലൈഡ് ചെയ്യുന്നു. പിന്നെ ഏതാണ്ട് ഓഫ്കോഴ്സ് വലിയൊരു സൺറൂഫ് വരുന്നുണ്ട്. ബാക്കിൽ ഞാൻ പറഞ്ഞൊരു ബോസ് മോഡ് വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇവൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 75 kWh ബാറ്ററി പാക്കാണല്ലോ വരുന്നത്. അപ്പോൾ ആ റേഞ്ചും ഏതാണ്ട് 450 കിലോമീറ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ്സ് ലൈക്ക് ഓൾസോ എ റിയലി ഗുഡ് തിങ്. അഡാസ് അടിപൊളിയാണ്. നമുക്ക് സൈഡിൽ കൂടെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഡോർ തുറക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ വാണിംഗ് വരും, സൈഡിൽ കൂടെ വെഹിക്കിൾ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അതൊക്കെ റിയലി ഗുഡ്. നല്ല ശരിക്കും ഒരു ടോട്ടൽ ഒരു അഡ്വാൻസ് വെഹിക്കിൾസിൽ കാണുന്ന പോലെ തന്നെയുണ്ട്. പിന്നെ ഇതിലെനിക്ക് പറയേണ്ട ഒരു കേസ്, ഇതിൻ്റെ പ്രൈസിങ് 21.49 ആണ് സ്റ്റാർട്ട് ചെയ്ത് റിയർ വീൽ ഡ്രൈവ് വേരിയൻ്റ് വരുന്നത് 65 കിലോവാട്ടിൻ്റെ. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഏതാണ്ട് 30 ലക്ഷം രൂപ വരുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ മാത്രമല്ല, ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കാർസാണ്. ഒരു സംശയമില്ല കേട്ടോ. എല്ലാം ഉണ്ട്. പെർഫോമൻസ് ഉണ്ട്, കംഫർട്ടുണ്ട്, യാത്രാസുഖമുണ്ട്, കാണാൻ അടിപൊളിയാണ്. മൊത്തത്തിൽ വെഹിക്കിൾ കൊള്ളാം. സോ ദിസ് ഈസ് യുവർ ദീപക് രാജൻ. ഞാൻ വേറൊന്നും പറയാൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക, നമുക്കത് വീണ്ടും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ദിസ് ഈസ് യുവർ ദീപക് രാജൻ, ഡോക്ടർ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്. ബൈ.